Good morning, all. Today we are going to discuss the topic titled History of Child Rights in Tamil Nadu and India. It's a part of Unit 1 of the syllabus. So we have discussed already what is child rights, what we mean by, what is the meaning of the concept of child rights. Then we look at the history of child rights in India, especially in Tamil Nadu. Children have not always been on the human rights agenda. Just child rights have evolved over time, influenced by historical, social, and legal developments. കുട്ടികൾ എപ്പോഴും നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് അജണ്ടയുടെ ഭാഗമായി, ചിലപ്പോഴെങ്കിലും ഹ്യൂമൻ റൈറ്റ്സ് അജണ്ടയുടെ ഭാഗമായിരുന്നില്ല. ഒരുപാട് കാലങ്ങൾ എടുത്താണ് ഈ ഒരു ചൈൽഡ് റൈറ്റ്സ് രൂപപ്പെട്ടു വന്നത്. ചരിത്രപരമായി ചൈൽഡ് റൈറ്റ്സ്, വിദ്യാർത്ഥി കുട്ടികളുടെ അവകാശങ്ങൾ രൂപപ്പെട്ടു വന്നത്. When we talk about history, we can classify different types, different time periods. One is pre-colonial period or pre-colonial period, then colonial period, and post-colonial or after independence period in Indian context. Ancient and medieval period or pre-colonial period, children were generally protected within family and community system. However, practice like child marriage, child labor, and limited access to education were common. നമ്മുടെ പുരാതന കാലത്ത്, മധ്യകാലത്തും കുട്ടികൾ പലപ്പോഴും ഫാമിലിയും കമ്മ്യൂണിസ്റ്റ് സിസ്റ്റത്തിന്റെ അകത്ത് പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടിരുന്നു എന്ന് കാണാൻ പറ്റും. അവർക്ക് ചൈൽഡ് മാരേജ് അവിടെ സുലഭമായിരുന്നു, ചൈൽഡ് ലേബർ സുലഭമായിരുന്നു. അതേപോലെ തന്നെ അൺലിമിറ്റഡ് ആക്സസ് ടു എഡ്യൂക്കേഷൻ വർ കോമൺ. വളരെ ലിമിറ്റ് ആയിട്ടുള്ള ആക്സസ് ആയിരുന്നു എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നത്. ദർ വാസ് നോ ഫോർമൽ കോൺസെപ്റ്റ് ഓഫ് ചൈൽഡ് റൈറ്റ് ആസ് വി അണ്ടർസ്റ്റുഡ് ടുഡേ. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന പോലെയുള്ള ഒരു ചൈൽഡ് റൈറ്റ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അന്ന് അവൈലബിൾ ആയിരുന്നില്ല. Then when we come to the India in a colonial period, pre-independence, we can classify that pre-independence reforms or colonial period reforms. Missionaries like Rajaram Mohan Roy and Ishwar Chandra Vidyasagar did campaigns to abolish harmful tradition. നമ്മുടെ രാജാറാം മോഹൻ റോയ്, അതേപോലെ തന്നെ ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ തുടങ്ങിയ ആൾക്കാരൊക്കെ ഹാംഫുൾ ആയിട്ടുള്ള നമ്മുടെ പാരമ്പര്യങ്ങൾ, ആചാരങ്ങളൊക്കെ അബോളിഷ് ചെയ്യാൻ, ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. റിസൾട്ടിങ് ഇൻ ദ വിഡോ റീമാരേജ് ആക്ട് ഇൻ 1956. അങ്ങനെയാണ് വിഡോ റീമാരേജ് ആക്ട് വരുന്നത്, വിധവാ പുനർവിവാഹ സമ്പ്രദായം വരുന്നത്. അത് ചൈൽഡ് മാരേജ് സ്ട്രൈൻ ആക്ട് ഇൻ 1929. അങ്ങനെ 1929 ചൈൽഡ് ശൈശവ വിവാഹ നിരോധന നിയമം വരുന്നതും അങ്ങനെയാണ്. സോ there are lot of visionaries, Renaissance leaders. Rajaram Mohan Roy, one of the, and Ishwar Chandra Vidyasagar, one among them, led the campaign. Then constitution guarantees. The Indian constitution explicitly protected children's rights. ഒരു പ്രധാനപ്പെട്ട നമ്മുടെ ആഫ്റ്റർ ഇൻഡിപെൻഡൻസിലേക്ക് വരുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗ്യാരണ്ടീസ് ആണ്. ഒരുപാട് കോൺസ്റ്റിറ്റ്യൂഷണൽ ഗ്യാരണ്ടീസ് നൽകിയിട്ടുണ്ട്. The Indian Constitution explicitly protected children's rights through Article 24, prohibiting child labor in hazard factories. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 24 വളരെ കൃത്യമായിട്ട് ഈ നമ്മുടെ ചൈൽഡ് ലേബർ അതിനെ പ്രൊഹിബിറ്റ് ചെയ്തുകൊണ്ട് നിയമം പറയുന്നുണ്ട് ആർട്ടിക്കിൾ 24 തന്നെ. And Article 15(3) allows special state provisions for women and children. Article 50 സ്പെഷ്യൽ സ്റ്റേറ്റ് പ്രൊവിഷൻ ഫോർ വുമൻ ആൻഡ് ചിൽഡ്രൻ, അത് ആർട്ടിക്കിൾ 15 പരാമർശിക്കുന്നുണ്ട്. Then come to National Policy for Children. 1974 National Policy for Children. This landmark policy formally recognized children as the nation's most important asset, prompting the launch of the Integrated Child Development Service, ICDS. അങ്ങനെ നമ്മുടെ ഒരു ലാൻഡ്മാർക്ക് ആയിട്ടുള്ള ഒരു വലിയൊരു പോളിസി മുന്നോട്ട് കിട്ടുകയാണ്. അതാണ് നമ്മുടെ ഇന്ന് വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ICDS, ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസ്.
അതിൻ്റെ ഒരു ലോഞ്ചിങ്ങിലേക്ക് ഫോർമേഷനിലേക്ക് വന്നത് ഈ ഒരു പോളിസിയാണ്. ടു കോമ്പാക്ട് മാൽ ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത് കെയർ ഇഷ്യൂസ് ഇൻ 1975 ലോഞ്ച് ചെയ്യുന്നത്. അത് നമ്മുടെ നാട്ടിലുള്ള മാൽ ന്യൂട്രീഷൻ ഇഷ്യൂസ്, ഹെൽത്ത് കെയർ ഇഷ്യൂസ് ഒക്കെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി വലിയ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ICDS എന്ന് പറയുന്നത്. Then Juvenile Justice Act 1986, India's first unified law for the care, protection and rehabilitation of neglected and delinquent children. ഇന്ത്യയിലെ ആദ്യത്തെ ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു ലോ ആയിരുന്നു, നിയമമായിരുന്നു ജുവൈനൽ ജസ്റ്റിസ് ആക്ട് 1986 എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഇന്ത്യയിൽ ചൈൽഡ് റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട മൈൽ സ്റ്റോൺസ് എന്ന് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ 1986 ജുവൈനൽ ജസ്റ്റിസ് ആക്ട് നിലവിൽ വരുന്നത്. ദെൻ റെറ്റിഫിക്കേഷൻ ഓഫ് ദ UNCRC 1992, ഇന്ത്യ റെറ്റിഫൈഡ് ദ യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ. നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്ത, കഴിഞ്ഞ സെഷനിൽ മെൻഷൻ ചെയ്ത കാര്യമാണ് UNCRCക്കുള്ള ഇമ്പോർട്ടൻസ് ഇൻ ദ കേസ് ഓഫ് ചൈൽഡ് റൈറ്റ്സ്. ചൈൽഡ് റൈറ്റ്സിന്റെ മാറ്റർ വരുമ്പോൾ UNCRCക്കുള്ള യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് ദ ചൈൽഡിനുള്ള ഇമ്പോർട്ടൻസ് അത് ബേസ് ചെയ്തുകൊണ്ട് എസ്റ്റാബ്ലിഷിംഗ് ഫോർ കോർ ചൈൽഡ് റൈറ്റ്സ് പില്ലേഴ്സ്: സർവൈവൽ റൈറ്റ്, പ്രൊട്ടക്ഷൻ, ഡെവലപ്മെന്റൽ റൈറ്റ്, പാർട്ടിസിപ്പേഷൻ റൈറ്റ്. ഈ റൈറ്റ് ടു സർവൈവൽ, റൈറ്റ് ടു പ്രൊട്ടക്ഷൻ, റൈറ്റ് ടു ഡെവലപ്മെന്റ്, റൈറ്റ് ടു പാർട്ടിസിപ്പേഷൻ, ഇതാണ് 4 ചൈൽഡ് റൈറ്റ് പില്ലേഴ്സ് എന്ന് പറയുന്നത് UNCRC. ഇത് ബേസ് ചെയ്തുകൊണ്ട് UNCRCയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഇന്ത്യയിലും അതിന്റെ മുന്നേറ്റങ്ങൾ, അതിന്റെ നിയമനിർമ്മാണങ്ങൾ നടന്നു. ദെൻ RT ആക്ട്, വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആക്ടാണ് RT ആക്ട് 2009 എന്ന് പറയുന്നത്. 2009 പാർലമെന്റിൽ പാസ്സാക്കിയത്. പക്ഷെ ഇംപ്ലിമെന്റിൽ വന്നത് 2010. Made free and compulsory education a fundamental right for all children aged 6 to 14. ഫണ്ടമെന്റൽ റൈറ്റ് ഓഫ് ദി ചൈൽഡ് ആക്കി എഡ്യൂക്കേഷൻ മാറ്റി എന്നുള്ളതാണ് ഈ ആക്ടിന്റെ പ്രാധാന്യം. ശരിക്കും ഇന്ന് ഒരു 6 മുതൽ 14 വരെയുള്ള ഇടയിലുള്ള വിദ്യാർത്ഥികൾ, അവർ എഡ്യൂക്കേഷൻ അവർക്ക് കിട്ടുന്നില്ലെങ്കിൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ആണ് അതിന് ഉത്തരവാദി എന്ന് പറയുന്നത്. സോ ഫണ്ടമെന്റൽ റൈറ്റ് ആകുമ്പോൾ സ്റ്റേറ്റ്, അതിന്റെ അപ്ലിക്കേഷൻ സ്റ്റേറ്റിന്റെ അണ്ടറിലേക്ക് വരും. സോ അത്രയും കമ്പൽസറി ആക്കി മാറ്റി എന്നുള്ളതാണ് RT ആക്ടിന്റെ. അത് യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ എന്നുള്ള, യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് പൂർണ്ണമായും സാർത്ഥകമാക്കാൻ വേണ്ടിയാണ്, കംപ്ലീഷൻ ചെയ്യാൻ വേണ്ടി, ഫുൾഫിൽമെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരം ആക്ട് ഇംപ്ലിമെന്റ് ചെയ്തത്. ദെൻ പോക്സോ ആക്ട് 2012 വലിയ രീതിയിൽ നമ്മുടെ കാലത്ത് ഡിസ്കസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടാണ്. ദ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഓഫൻസസ് ആക്ട് എന്ന് പറയുന്നത്. പോക്സോ ആക്ട് എന്ന് പറയുന്നത് The Protection of Children from Sexual Offences Act was passed to provide stringent legal framework to safeguard minors from sexual abuse and exploitation. ഇത് ഈ ആക്ട് പാസ് ചെയ്തത് കുട്ടികളെ സെക്ഷൽ ആയിട്ടുള്ള അബ്യൂസ്, എക്സ്പ്ലോയിറ്റേഷനൊക്കെ അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ്, സേഫ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ആക്ട് പാസ്സാക്കിയത്. ഇൻഡിപെൻഡൻസ് ആൻഡ് കീസ് മൈൽ സ്റ്റോൺ നമ്മൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ദെൻ ഇൻഡിപെൻഡൻസ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ, ആഫ്റ്റർ ഗെയിനിങ് ഇൻഡിപെൻഡൻസ് 1947, ഇന്ത്യ റെക്കഗ്നൈസ് ദ നീഡ് ടു പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ. ഒരിക്കലും നമ്മൾ ഈ പറഞ്ഞ മൈൽ സ്റ്റോണിനൊക്കെ ഉണ്ടാകാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഇന്ത്യ ഇത് റെക്കഗ്നൈസ് ചെയ്തു എന്നുള്ളതാണ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അഡോപ്റ്റഡ് ഇൻ 1950 പ്രൊവിഷൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ആൻഡ് വെൽഫെയർ ഓഫ് ചിൽഡ്രൻ. ഓൾറെഡി നമ്മൾ പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ, പ്രധാനമായിട്ടും ആർട്ടിക്കിൾ 15, ദെൻ ആർട്ടിക്കിൾ 24. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട ചൈൽഡ് റൈറ്റ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 24. ദെൻ ഫോർമേഷൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഫോർമേഷൻ ഓഫ് പോളിസീസ് റിലേറ്റ് ടു ചൈൽഡ് റൈറ്റ്സ്. ദ നാഷണൽ പോളിസി ഓഫ് ചൈൽഡ് റൈറ്റ് ഫോർമുലേറ്റ് ഇൻ 1974. 1974 നാഷണൽ പോളിസി ഫോർ ചൈൽഡ് റൈറ്റ്സ് ഫോർമുലേറ്റ് ചെയ്തത്, ഫോക്കസിങ് ഓൺ ചിൽഡ്രൻസ് റൈറ്റ്സ്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് വെൽഫെയർ. ഇതിന്റെ ഭാഗമായിട്ടാണ് ICDS എന്ന് പറഞ്ഞ ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസ് ലോഞ്ച്ഡ് ഇൻ 1975 ടു അഡ്രസ് ദ ന്യൂട്രീഷണൽ, ഹെൽത്ത് ആൻഡ് ഡെവലപ്മെന്റ് നീഡ്സ് ഓഫ് യങ് ചിൽഡ്രൻ. കുട്ടികളുടെ അല്ലെങ്കിൽ കൗമാരക്കാരുടെയും കുട്ടികളുടെയും ന്യൂട്രീഷണൽ, ഹെൽത്ത്, ഡെവലപ്മെന്റ് നീഡ്സ് ഒക്കെ പരിഗണിക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ തമിഴ്നാട് ഇന്റഗ്രേറ്റഡ് ന്യൂട്രീഷൻ പ്രൊജക്ട്. ഇത് തമിഴ്നാടിന്റെ ഹിസ്റ്ററി പറയുമ്പോൾ പ്രത്യേകമായിട്ട് പറയുന്ന കാര്യമാണ്. തമിഴ്നാട് ഇന്റഗ്രേറ്റഡ് ന്യൂട്രീഷൻ പ്രൊജക്ട് was implemented in the late 1980s to address child malnutrition and improve maternal and child health.
legislation and legal forms. The legal framework of India in child rights in India was strengthened through the enactment of various laws. One is Juvenile Justice Act, already passed in 1986. It's to provide for the care, protection, and rehabilitation of neglected and delinquent children. Then Child Labor Prohibition and Regulation Act was enacted in 1986 to prohibit the employment of children in certain hazardous occupations. ബുദ്ധിമുട്ടുള്ള ജോലികളിൽ അവർ ഏർപ്പെടുന്നതിനെ തടയുക. Then RP Act already പറഞ്ഞു. Then Juvenile Justice Act, Care and Protection of Children as Act was enacted in 2015 to address the needs of children in conflict with the law. ശരിക്കും ജുവനൽ ആക്ടിന്റെ 86ന്റെ ഒരു അമെന്റ്മെന്റ് കൂടിയാണ് 2015 നടന്നത്. ഫോക്കസ് ഓൺ എഡ്യൂക്കേഷൻ. ചൈൽഡ് റൈറ്റ്സ് പറയുമ്പോൾ നമ്മൾ എപ്പോഴും രണ്ട് പ്രധാനപ്പെട്ട ആസ്പെക്ട്സ്, കമ്പോണൻസ് അതിൽ വളരെ പ്രധാനമാണ്. One is for education, another one is health. Efforts have been made to improve access to quality education and health care for children in Tamil Nadu and India. Programs like Samagra Shiksha, formerly Sarva Shiksha Abhiyan, SSN, and Rashtriya Madhyamik Shiksha Abhiyan, RMSA, aim to provide free and compulsory education to all children. The National Health Mission, NHM, and the Reproductive, Maternal, Newborn, Child, and Adolescent Health Strategy focus on ഇംപ്രൂവിങ് മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത്. ശരിക്കും നാഷണൽ ഹെൽത്ത് മിഷൻ ഉണ്ട്. ഇതും കുട്ടികളുടെ ന്യൂ ബോണിന്റെ അതുപോലെ തന്നെ മെറ്റേണൽ ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. Then child protection and welfare. The government and civil society organization have been working to address child protection issues and promote the overall welfare of the children. Child welfare committees, juvenile justice boards, and State Commission for Protection of Child Rights were established to ensure the implementation of child protection laws. Child Welfare Committee ഒന്നും, then Juvenile Justice Board, then State Commission for Protection of Child Rights. ഇതൊക്കെയും കുട്ടികളുടെ റൈറ്റ്സുകൾ, ലോസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, റൈറ്റ്സുകൾ സംരക്ഷിക്കാനും പ്രൊട്ടക്ട് ചെയ്യാനും ലോസ് ഇംപ്ലിമെന്റ് ചെയ്യാനും വേണ്ടി നിയമിക്കപ്പെട്ട കമ്മിറ്റികളാണ്. Then various schemes are there and programs such as ICDA, ICPS, Integrated Child Protection Schemes, aim to prevent and respond child abuse, exploitation, and trafficking. Then reform and justice movement, a social justice movement in Tamil Nadu. ഇന്ത്യയിലുള്ള ജനറലായിട്ടുള്ള കാര്യങ്ങളാണ്. Then തമിഴ്നാട്ടിലേക്ക് നമ്മൾ സ്പെസിഫിക് ആയിട്ട് വരുമ്പം there are various movements, campaigns, coalitions, and networks that are working for the rights of children in Tamil Nadu. ഒരുപാട് മൂവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്, ക്യാമ്പയിൻസ്. There are several movements and working the rights of child rights in Tamil Nadu. These initiatives aim to advocate for children's rights, address issues related to education, health, child labor, child protection, and overall well-being. കുട്ടികളുടെ മൊത്തത്തിലുള്ള കുട്ടികളുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സ്കീംസ്, മൂവ്മെന്റ്സ്, അതേപോലെ തന്നെ ക്യാമ്പയിൻസ് തമിഴ്നാട്ടിൽ നടന്നിട്ടുണ്ട്. ഓക്കെ, അതിലൊന്നാണ് തമിഴ്നാട് ചൈൽഡ് റൈറ്റ്സ് വാച്ച്, TNCRW എന്ന് പറയുന്ന. ഇറ്റ്സ് എ നെറ്റ്വർക്ക് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഓർഗനൈസേഷൻസ് വർക്കിംഗ് ടുവേർഡ്സ് ദ പ്രൊമോഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ഇൻ തമിഴ്നാട്, TNCRW. It conducts research, advocacy, campaigns to raise awareness about child rights issues and push for policy change. Then campaign against child labor. It's a combination organization and individuals. It's a coalition or integration of organization and individuals dedicated to eradicating child labor in Tamil Nadu. തമിഴ്നാട്ടിലെ ചൈൽഡ് ലേബർ ഇറാഡിക്കേറ്റ് ചെയ്യാൻ, ഇല്ലാതാക്കാൻ വേണ്ടി സ്പെസിഫിക് ആയിട്ടുണ്ടായിട്ടുള്ള ഒരു ഇന്റഗ്രേഷൻ ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് ഇൻഡിവിജ്വൽസ് ആണ് ചൈൽഡ് ലേബർ, campaign against child labor എന്നുള്ളത്. They work towards ensuring that children are protected from exploitative labor practice and have access to education and a safe environment. ഇവർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു, കുട്ടികളൊക്കെ പ്രൊട്ടക്റ്റഡ് ആണ്, അതേപോലെ തന്നെ സേഫ് എൻവിറോൺമെന്റിലാണ് അവരുള്ളത് എന്നൊക്കെ ഇത് കൺഫേം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും.
ദെൻ RT ആക്ട് ഫോർ തമിഴ്നാട്. RT ആക്ട് ഓൾ ഓവർ ഇന്ത്യയിൽ അതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആയി വന്നപ്പോൾ അതിനെ ഇംപ്ലിമെന്റേഷൻ ലെവലിലേക്ക് കൊണ്ടുവരാൻ തമിഴ്നാട് ഒരു ഫോറം ഉണ്ടാക്കി. It's a network of organizations and individuals advocating for the effective implementation of RT Act in the state. സ്റ്റേറ്റിൽ ഈ ആക്ട് എഫക്റ്റീവായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി the work towards ensuring free and quality education for all children, addressing issues like access, infrastructure, teacher training and inclusive education. എല്ലാ കാര്യങ്ങളെയും അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ, അതായത് ആക്സസ് ഓഫ് എഡ്യൂക്കേഷൻ RT ആക്ടിൽ പറയുന്നുണ്ട്. ഒരു ഇത്ര കിലോമീറ്ററിനകത്ത് 4 കിലോമീറ്ററിനകത്ത് UP സ്കൂൾ വേണം, 2 കിലോമീറ്ററിനകത്ത് LP സ്കൂൾ വേണം. അങ്ങനെ ഓരോ കാര്യങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിനെ കുറിച്ച്, ടീച്ചർ ട്രെയിനിങ്ങിനെ കുറിച്ച്, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ കുറിച്ചൊക്കെ. Then children movement for climate justice. Children from marginalized farming families of 7 states of India between the age group of 12 to 18 united with commitment to protecting the only earth. We have to make it a livable one for every human being, especially for us well future children and concerned about protecting the same. The children movement for climate justice stems out of the right-based approach practiced by the Para Panchayat under the support of child-focused community development intervention initiated by KNH and Germany and Resource Center Participate Development Cell Madurai. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു ചിൽഡ്രൻ മൂവ്മെന്റ് ഫോർ ക്ലൈമറ്റ് ജസ്റ്റിസും അങ്ങനെ ഒരു ഓർഗനൈസേഷനും രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. These movements, campaigns, coalition and networks play a vital role in raising awareness, advocating for policy change, providing service, and working towards holistic development and protection of children in Tamil Nadu. They collaborate with various stakeholders and contribute to creating an enabling environment for the fulfillment of child rights. ഇതൊക്കെയാണ് ഒരു ബ്രീഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇന്ത്യയും അതേപോലത്തെ തമിഴ്നാട്ടിനെ സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ ചൈൽഡ് റൈറ്റ്സുമായി ബന്ധപ്പെട്ടത് ഒരു ബ്രീഫായിട്ട് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ മനോജ് പബ്ലിക്കേഷൻ്റെ ടെക്സ്റ്റിലുള്ള ഈ ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത് റൈറ്റ് ടു എഡ്യൂക്കേഷനെ കുറിച്ച് മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ ആ മെറ്റീരിയൽ ഈ ഒരു ടോപ്പിക്കിൽ അത് ഫോളോ ചെയ്യാത്തത്. ഓക്കെ, then some leaders who have led the child rights in India, മൂവ്മെന്റ്സ് ഇൻ ചൈൽഡ് റൈറ്റ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ചൈൽഡ് റൈറ്റ്സിന് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി പരിശ്രമിച്ച ചില ലീഡേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. വൺ ഇസ് മഹാത്മാഗാന്ധി, father of our nation, was a strong advocate for children's rights, emphasized the importance of education and child welfare. Gandhi believed that children should be given freedom, love and nurturing environment. ഗാന്ധിജി കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കിട്ടണം, സ്നേഹവും നർച്ചറിങ് എൻവിറോൺമെന്റും വേണമെന്ന് വിശ്വസിച്ചാണ്. അഡ്വക്കേറ്റ് അഗെയിൻസ്റ്റ് ചൈൽഡ് മാരേജ്, ചൈൽഡ് ലേബർ ആൻഡ് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ചിൽഡ്രൻ ഇൻ എനി ഫോം. Then Muthulakshmi Reddy, social reformer and the first female legislator in India. ഇന്ത്യയിലെ ആദ്യത്തെ ഫീമെയിൽ ലെജിസ്ലേറ്റർ ആണ്, സോഷ്യൽ റിഫോമർ ആണ്. ഷീ പ്ലേഡ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ വുമൺ ഇൻ വൺസ് ഇന്ത്യൻ അസോസിയേഷൻ ആൻഡ് ഫോട്ട് അഗെയിൻസ്റ്റ് ചൈൽഡ് മാരേജ് ആൻഡ് ദേവദാസി സിസ്റ്റം. ഷീ ആൾസോ വർക്ക് ടുവേർഡ്സ് ഇംപ്രൂവിംഗ് ഹെൽത്ത് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ. ഇന്ത്യയിലുള്ള ചിൽഡ്രൻ്റെ എഡ്യൂക്കേഷന് വേണ്ടി, ഹെൽത്ത് കെയറിന് വേണ്ടി, അതേപോലെ തന്നെ ചൈൽഡ് മാരേജിനെതിരെ, ദേവദാസി സിസ്റ്റത്തിനെതിരെയൊക്കെ ശക്തമായി ഫൈറ്റ് ചെയ്ത ഒരാളായിരുന്നു മുത്തുലക്ഷ്മി റെഡ്ഡി എന്ന് പറയുന്നത്. Then Periyar E.V. Ramasamy. Periyar was a social activist and politician who championed the cause of social justice and equality. He emphasized the importance of education and fought against child marriage and caste-based discrimination, advocating for equal rights and opportunities for children of all backgrounds. Periyar വലിയ ഫേമസ് ആയിട്ടുള്ള സോഷ്യൽ ആക്ടിവിസ്റ്റ് പൊളിറ്റീഷ്യനുമാണ്. അദ്ദേഹം ചൈൽഡ് മാരേജിനെതിരെയും ഈ പറഞ്ഞ പോലെ ചിൽഡ്രൻസിന് വേണ്ടി വലിയ രീതിയിൽ ആക്റ്റീവായിട്ടുള്ള ഒരു ആക്ടിവിസ്റ്റ് ആയിരുന്നു. ദെൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ഇൻകോർപ്പറേറ്റ് special provision for the right of children, girl children in the Indian Constitution. He has upheld the rights of children by rights to education. അദ്ദേഹം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഗേൾസ് ചിൽഡ്രന് വേണ്ടിയിട്ടുള്ള പ്രത്യേക കാര്യങ്ങൾ എഴുതി ചേർത്തിട്ടുണ്ട്. ദെൻ ചിൽഡ്രൻ്റെ റൈറ്റ് ടു എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള
ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ച ഒരാളായിരുന്നു. Then പണ്ഡിറ്റ് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. He was a prominent social and educator in the 19th century. He worked tirelessly to improve the status of women and advocate for child marriage laws. മറ്റൊരാള് പണ്ഡിറ്റ് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറാണ്. അദ്ദേഹവും ചൈൽഡ് മാരേജിനെതിരെയൊക്കെ കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ ഒരു റിഫോമിസ്റ്റായിരുന്നു. ഭാരതിയാർ സുബ്രഹ്മണ്യ ഭാരതി. ഭാരതിയാർ വാസ് എ സെലിബ്രേറ്റഡ് പോയറ്റ്. അദ്ദേഹം വലിയൊരു കവിയായിരുന്നു. റൈറ്റർ ആൻഡ് ഫ്രീഡം ഫൈറ്റർ, എഴുത്തുകാരനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു. ത്രൂ ഹിസ് പവർഫുൾ പോംസ് ആൻഡ് റൈറ്റിംഗ്സ് ഹി ഹൈലൈറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഫ്രീഡം ഓഫ് ചിൽഡ്രൻ. അദ്ദേഹത്തിന്റെ വർക്കിലൂടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്തു. ഫ്രീഡം ഓഫ് ഫോർ ചിൽഡ്രനെ. He advocated for gender equality and denounced child marriage and social inequalities. Then Annie Besant, a British activist, made significant contribution to child welfare in the region. She founded the Central Hindu School in Chennai and worked towards improving education and child rights in the area. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ടിവിസ്റ്റ് ആണ് ആനി ബെസന്റ്. അദ്ദേഹവും ചൈൽഡ് റൈറ്റ്സിന് വേണ്ടി പോരാടുകയാണ്. രാജാറാം മോഹൻ റോയ് നേരത്തെ മെൻഷൻ ചെയ്തിരുന്നു. Father of Indian Renaissance, one of the pioneers of Bengal Renaissance, worked towards the eradication of social evils prevalent in the society, including child marriage and the practice of sati. സതി നിർത്തലാക്കാൻ, ചൈൽഡ് മാരേജ് നിർത്തലാക്കാനൊക്കെ ശക്തമായി പോരാടിയ ഒരാളായിരുന്നു. ദെൻ അതേപോലെ he believed in the importance of education and campaigned for its accessibility to all regardless of gender or caste. കാസ്റ്റിനും ജെൻഡറിനൊക്കെ അപ്പുറം എല്ലാവർക്കും എഡ്യൂക്കേഷൻ ആക്സസിബിൾ ആവാൻ വേണ്ടി വർക്ക് ചെയ്ത ഒരാളായിരുന്നു രാജാറാം മോഹൻ റോയ്. Then Savitribai Phule, an Indian social reformer and poet, made significant contribution to the field of child rights during the 19th century. Savitribai Phule was a strong advocate for girls' education at a time when it was widely neglected in India. ഇന്ത്യയിൽ ഗേൾസ് എഡ്യൂക്കേഷൻ ഭയങ്കരമായിട്ട് നെഗ്ലക്ട് ചെയ്തിരുന്ന, അവഗണിക്കപ്പെട്ട സമയത്ത് അതിനുവേണ്ടി ശക്തമായി വാദിച്ച ആളാണ്. ഷീ എസ്റ്റാബ്ലിഷ് ദ ഫസ്റ്റ് സ്കൂൾ ഫോർ ഗേൾസ് ഇൻ പൂനെ. ആദ്യത്തെ ഗേൾസ് സ്കൂൾ പൂനെയിൽ സ്ഥാപിച്ച ആളാണ് 1848. providing them with access to education that was previously denied to them. She aimed to empower them and break the cycle of oppression and discrimination. These are the major leaders who led the child rights movements in India. Reformers played a crucial role in challenging social norms and fighting for the rights and well-being of children in Tamil Nadu during the pre-independence era. These awards laid the foundation for subsequent advancement in child rights and welfare in the state and continue to inspire future generations. So these are the history of child rights in India and തമിഴ്നാട്. ഇന്ത്യയിൽ പൊതുവായിട്ട് ഇന്ത്യയിലും തമിഴ്നാട്ടിലുള്ള നമ്മുടെ ചൈൽഡ് റൈറ്റ്സുമായി ബന്ധപ്പെട്ട ഹിസ്റ്ററി ഇതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മനോജ് നിങ്ങൾ റെഫർ ചെയ്യുന്ന മനോജ് പബ്ലിക്കേഷനിൽ ഈ ടോപ്പിക്ക് അത്ര എഫക്റ്റീവായിട്ട് കൊടുത്തതായിട്ട് കണ്ടില്ല. അതിൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ മാത്രമാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ദാറ്റ്സ് വൈ ഐ പ്രിപ്പയർഡ് എ സെപ്പറേറ്റ് presented a separate presentation for this. It is more useful for your exam. ഇതായിരിക്കും നിങ്ങൾക്ക് ഒന്നുകൂടി എക്സാമിന് ഉപകാരപ്പെടുക. സോ നമ്മുടെ ഇന്ത്യയിൽ ആൻഷ്യൻ മിഡീവൽ പീരീഡിലും അതേപോലെ തന്നെ പീരീഡിലും ചൈൽഡ് മാരേജും ചൈൽഡ് ലേബറും ഭയങ്കര പ്രിവാലൻ്റ് ആയിരുന്നു. പിന്നീട് കൊളോണിയൽ പീരീഡിൽ തന്നെ ഇന്ത്യൻ ഫ്രീഡം ഫൈറ്റേഴ്സിന്റെയും റിഫോമേഴ്സിന്റെയും നേതൃത്വത്തിൽ അതിനെതിരെയുള്ള മൂവ്മെന്റ്സുകൾ ഉണ്ടായി. അങ്ങനെ അതിൻ്റെ ഒരു ചില ആക്ടുകളൊക്കെ ആ സമയത്ത് തന്നെ ചില ആക്ടുകളും ലോകളും ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അതിനുശേഷം പിന്നീട് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഭരണഘടനാപരമായിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ ചോദിച്ചു. പിന്നീട് അതിന്റെ തുടർച്ചയായിട്ട് പോളിസികൾ വന്നു, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് വന്നു. ഇതാണ് നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു ചൈൽഡ് റൈറ്റ്സിന്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ ഓൾ ബീയിങ് ഹിയർ.